ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു അടിപൊളി റീചാർജബിൾ ബ്ലൂടൂത്ത് സ്പീക്കറൊന്നും ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക്, അതായത് നമ്മുടെ വീട്ടിൽ പഴയ ഹോം തിയേറ്ററിന് ഒഴിവാക്കി പഴയ ബോക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അതായത് അത്യാവശ്യം നല്ല ടൈം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടു നടക്കാം. അതേമാതിരി തന്നെ ഇത് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ പിന്നെ റെഡ് ലൈറ്റ് കത്തും. ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ നീല ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാറ്ററി ഫുള്ളായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കിയാൽ നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സ്വന്തമായി ചെയ്ത് തീർക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ട് നോക്കിയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള പഴയ ഹോം തിയേറ്ററിൻ്റെ ബോക്സ്, കണ്ടല്ലേ. അപ്പോൾ ഇത് വർക്ക് ചെയ്യിക്കാതെ പഴയ ഒരു ഒഴിവാക്കിയ ഹോം തിയേറ്ററിൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് അയച്ച് നോക്കാം. നമുക്ക് ആണോ, ഇതിന് ഉൾഭാഗത്താണ് ഒന്നുമില്ല, ആകെ നമുക്ക് ഇത് സ്പീക്കറും ഒരു വയറും ഇതിനുള്ള ആകെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തൽക്കാലം നമുക്ക് ഇതെന്ത് ചെയ്യാം, നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ ഇനി നമ്മളെ മെയിൻ ബോർഡാണ് കാണുന്നത്. ഇത് ബ്ലൂടൂത്തിൻ്റെ ബോർഡാണ്. ഇത് 5 വോൾട്ടിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ബോർഡിൻ്റെ വേക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 3 പോയിന്റ് കാണാൻ കണ്ടില്ല. ആ 3 പോയിന്റിൽ നമുക്ക് 3 വയർ നമുക്ക് അവിടെ സോൾവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും അത്. ഓക്കെ, 3 വയർ നമുക്ക് അവിടെ സോൾവ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ആ ബോർഡിൽ തന്നെ എഴുതി ഉണ്ടാവുകയാണ് LA6 എന്നൊക്കെ എഴുതി 3 പോയിന്റ് കാണാം. അതേമാതിരി തന്നെ നമ്മളെ ഇതാണ് ഓഡിയോൻ്റെ ബോർഡ് വരുന്നത്. ഇതിന്മേലും അതേ രീതി തന്നെ ആ എഴുതി അതേ തന്നെ വയർ കൊടുക്കട്ടോ. ബ്ലൂടൂത്തിൻ്റെ ബോർഡുമേലെ ആ എഴുത്ത് നോക്കി തന്നെ ഇതിന്മേലും വയർ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കട്ടോ. ഈ ഓഡിയോൻ്റെ ബോർഡുമേലും ഉണ്ടാവും നിങ്ങൾ LAT6 എന്ന് ഈ ബോർഡുമേലും കാണാം, കണ്ടില്ലേ. അപ്പോൾ അത് അങ്ങോട്ട് മാറാൻ എന്ത് ചെയ്യാം, ബ്ലൂടൂത്ത് നമുക്ക് കൊടുത്താൽ അതേ രീതി തന്നെ ഇവിടെ വയർ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായ സർക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 വയർ നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്ത് കൊടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് തൊട്ടപ്പുറത്ത് കാണാം 5 വോൾട്ട് പ്ലസ് ആൻഡ് മൈനസ്, കണ്ടില്ലേ. അതിൽ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് വയർ സോൾവ് ചെയ്യുക, മറ്റേത് ബ്ലാക്ക് വയർ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. ഇനി നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ബോർഡിൽ തന്നെ അതേ രീതി തന്നെ അവിടെ കൊടുത്ത് കാണുകയാണെങ്കിൽ 5 വോൾട്ട് പ്ലസ് കണ്ടോ, മറ്റേത് ഗ്രൗണ്ട് എന്നുള്ള വലിയ മൈനസ് എന്നുണ്ടാവും കേട്ടോ. അപ്പോൾ പ്ലസ് എന്നുള്ളത് റെഡ് വയർ സോൾവ് ചെയ്യുക, മറ്റേ ഭാഗത്ത് ബ്ലാക്ക് വയർ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എല്ലാ ബോർഡുമിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ് നമുക്കൊരു വയർ വേണം, നമുക്ക് 2 വയർ വേണം. നമുക്ക് അതിൽ എന്ത് ചെയ്യുക, നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി 5 വോൾട്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ പ്ലസ് റെഡ് വയർ സോൾഡർ ചെയ്യുക, മൈനസിനോട് എന്ത് ചെയ്യുക, ഈ ബ്ലാക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത് ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വയറാണ്, ഇത് ആവശ്യമില്ല കേട്ടോ, വാങ്ങിച്ചാൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒരു LED വേണം നമുക്ക് കേട്ടോ. ഇത് മൾട്ടി LED ആണിത്. അപ്പോൾ LED നീളം കൂടി കാര്യം പോസിറ്റീവ് വരിക, നീളം കുറച്ച് നെഗറ്റീവായിട്ട് വരിക. അപ്പോൾ ഇനി നമ്മൾ റേസർ വേണം കൂടെ. ഇത് 1K ഇതിന് നമ്പർ വരുന്നത്, 1K റേസറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ LED പോസിറ്റീവിൽ എന്ത് ചെയ്യാം, റേസർ സോൾവ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ നേരത്തെ അടുത്ത വയറുണ്ടല്ലോ, അതിന് ഒരു സീവ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ടേപ്പ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡ് വയർ എന്ത് ചെയ്യുക, ആ റേസറുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. ഇനി നമുക്ക് ആ ബ്ലാക്ക് വയർ നമ്മൾ LED നെഗറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഭംഗിക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. വാണി മാത്രം കൊടുത്താൽ മതി ഇങ്ങനെ ഈ ലൈറ്റ് കേട്ടോ. അപ്പോൾ സീവ് നീക്കി കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇനി നമുക്ക് ഇതേമാതിരി ബോർഡ് വേണം നമുക്ക്. ഇതാണ് 3.7 വോൾട്ട് ബാറ്ററി ചാർജിങ്ങിൻ്റെ ബോർഡാണ് ഇത്. അപ്പോൾ നമ്മൾ ബാറ്ററി 3.7 വോൾട്ടാണ് ബാറ്ററി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പവർ ബാങ്കിൻ്റെ ബാറ്ററിക്ക് 3.7 വോൾട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ബോർഡിൽ കാണാം ഔട്ട് പ്ലസിനകത്ത് റെഡ് വയർ സോൾഡർ ചെയ്യുക, ഔട്ട് മൈനസിനകത്ത് ബ്ലാക്ക് വയർ സോൾഡർ ചെയ്യുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വയർ ഒരിക്കലും മാറിപ്പോയതല്ലോ, സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് സോൾഡർ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബാറ്ററി ആണ് കാണുന്നത്, 3.7 വോൾട്ട് ബാറ്ററിയാണ് ഇത്. നമ്മൾ പവർ ബാങ്കിൻ്റെ ബാറ്ററിയാണിത്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് വേറെ വയറാണ് എടുത്തത് കേട്ടോ. നേരത്തെ സോൾഡർ ചെയ്ത വയറല്ല അത്, കണ്ടില്ലേ. അപ്പോൾ പ്ലസ് വയർ റെഡ് വയർ സോൾഡർ ചെയ്ത് കൊടുക്കുക. ആ ബാക്ക് ഭാഗത്ത് മൈനസിനകത്ത് പിന്നെ ബ്ലാക്ക് വയറും സോൾഡർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് മാറിപ്പോണത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ആ 2 വയർ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു, കണ്ടില്ലേ. ഇനി നമുക്ക് ആ ബോർഡുമ്പോൾ തന്നെ നമുക്ക് കാണാം പിന്നെ B പ്ലസ് മൈനസ് കാണാം, കണ്ടില്ലേ. B പ്ലസിനകത്ത് റെഡ് വയർ സോൾഡർ ചെയ്യുക, മൈനസിനകത്ത് ബ്ലാക്ക് വയറും സോൾഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും മാറിപ്പോയത് കണക്ഷൻ നല്ല ശ്രദ്ധിക്കണം കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ആ വർക്ക് നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഹോം തിയേറ്റർ ബോക്സാണ് കാണുന്നത്. ഇനി നമുക്ക് വേക്കിൽ ഒരു ഹോൾട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഹോൾട്ട് കൊടുക്കുക, കണ്ടില്ലേ. അത്യാവശ്യം നമ്മളെ
മൊബൈൽ ചാർജറിൻ്റെ ഫീമെയിൽ ബോർഡ് കിടക്കാൻ ഭാഗത്തിന് ഹോള് വേണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത് കിടക്കാൻ ഭാഗത്തിന് ഹോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിലേക്ക് നമ്മൾ വയർ ഇറക്കി കൊടുക്കുക. ഇത് മൊബൈൽ ചാർജർ ഇവിടെയാണ് കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ അത് സെറ്റായി. അപ്പോൾ ഇനി നമുക്ക് അതിന് 2 വയർ ഇതാ, ഒരു റെഡും ബ്ലാക്കും ഉണ്ട്, കണ്ടില്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ സോൾഡ് ചെയ്തെടുത്ത ബാറ്ററി ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതായത് ബാറ്ററി സോൾഡ് ചെയ്ത ബോർഡ് ഇതാ, അതിന് മുകളിൽ കാണാം പ്ലസിനോട് റെഡ് വയർ സോൾഡർ ചെയ്യുക, മൈനസിനോട് എന്ത് ചെയ്യാം ബ്ലാക്ക് വയറും സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ? ഓക്കെ, നമ്മൾ സോൾഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഔട്ട് നിർത്തുന്ന നേരത്തെ 2 വയർ നമ്മൾ സോൾഡ് ചെയ്ത് 2 നമുക്കൊന്ന് വേർപ്പെടുത്തിയെടുക്കാം നമുക്ക് കേട്ടോ, കണ്ടില്ലേ? അപ്പം ഇതിമെന്ന് വേണം നമുക്ക് മറ്റേ ബോർഡ് കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഔട്ട് മൈനസിന് വയറുണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഓഡിയോൻ്റെ താഴത്ത് കാണുകയാണ് 5 വോൾട്ട് കണ്ടെങ്കിൽ 5 വോൾട്ട് മൈനസിനോട് എന്ത് ചെയ്യുക, ആ ബ്ലാക്ക് വയറെടുത്ത് ഈ ഇതിൻ്റെ വയറും കൂടി സോൾഡ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറെ വയർ വേണം കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 വോൾട്ട് പ്ലസിനോട് എന്ത് ചെയ്യുക, ഓഡിയോ ബോർഡുമ്പോൾ തന്നെ 5 വോൾട്ട് പ്ലസിനോട് എന്ത് ചെയ്യുക, സോൾഡ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? എന്നാൽ നമുക്ക് ഈ വയറിലാണ് നമ്മളെ സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനാണ് ഈ 2 വയർ വരുന്നത്, കണ്ടില്ലേ? ഇനി നമുക്ക് സ്വിച്ച് വെക്കാൻ പാകത്തിന് നമ്മളാ ഹോം തിയേറ്ററിൻ്റെ ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ കത്തി ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി, നമ്മളെ സ്വിച്ച് കടക്കാൻ പാകത്തിന് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ സ്വിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഓൺ ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ബോക്സ് വെക്കണമെന്ന് വെച്ചാൽ അതിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഭാഗത്ത് ഗമ്മിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ സ്വിച്ചിനും ഫീമെയിൽ ബോർഡ് നമ്മൾ ഗമ്മിട്ട് കൊടുത്തു, കണ്ടില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നമ്മളെ പിന്നെ സോൾട്ട് ചെയ്ത വയറാണ് കാണുന്നത്, കണ്ടില്ലേ? ഓഡിയോൻ്റെ ബോർഡ് വരുന്ന പ്ലസിനകത്തുള്ള റെഡ് വയറാണിത് കേട്ടോ. ഒന്ന് മറ്റേ നമ്മളെ ബാറ്ററിൻ്റെ അവിടെ ഔട്ട് നിർത്ത് വരുന്ന വയറാണിത്. അപ്പോൾ 2 വയർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്വിച്ചിൻ്റെ 2 കാലുമൊക്കെ സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത് സോൾഡ് ചെയ്ത് 2ാമത്തെ വയർ നമ്മളിവിടെ സോൾഡർ ചെയ്യാണ്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ 2 വയർ നമ്മളുടെ സോൾഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ കാണും ഇനി നമുക്ക് ഈ ഓഡിയോൻ്റെ ബോർഡ് ഇതാ, ഇതിനെ നമുക്ക് നമ്മളെ സ്പീക്കറിൻ്റെ വയർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടുകൾ ഔട്ട് എന്നുള്ള ഏറ്റവും മേലെ കാണാം, കണ്ടില്ലേ? L6 എന്നീ 2 സ്പീക്കർ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്ലസിനകത്ത് എന്ത് ചെയ്യുക, നമ്മളെ റെഡ് വയർ സോൾഡർ ചെയ്യുക, മൈനസിനകത്ത് ബ്ലാക്ക് വയറും സോൾഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ശരിക്കും ബോർഡിൽ 2 സ്പീക്കർ നമ്മൾ കൊടുക്കുക, പക്ഷെ നമ്മുടെ ഒന്നാണ് കൊടുക്കുന്നത്, ഒരു ബോക്സിൽ ഇതിമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2.5 വേണമെങ്കിൽ കൊടുക്കുക അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രൂ നമുക്ക് 2 സ്ക്രൂ നമുക്കൊന്ന് അയച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കണം നമ്മൾ കേട്ടോ. അപ്പോൾ ലൈറ്റ് വാങ്ങി മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി കൊടുക്കുകയാണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ലൈറ്റ് നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൾട്ടി LED ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈസർ കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ സ്ക്രൂ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അയച്ച സ്ക്രൂ തന്നെ ഫിറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ 2 സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ ബോർഡും കാര്യം ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാറ്ററി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാറ്ററി ഫിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ബോർഡ് എന്നൊക്കെ നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാവുന്നതാണത്, കണ്ടില്ലേ? ബ്ലൂടൂത്തിൻ്റെ ബോർഡ് ഫിറ്റ് ചെയ്തു. ഇനി നമുക്കത് നമ്മളെ ഓഡിയോനെ ബോർഡിൻ്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ചാർജിങ്ങിൻ്റെ ബോർഡിന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത് ചാർജ് ചെയ്യുമ്പം റെഡ് ലൈറ്റ് കത്തും, ബാറ്ററി ഫുള്ള് കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അവിടെ ഹോൾട്ട് കൊടുത്തത് ഞാൻ കേട്ടോ. അപ്പോൾ ലൈറ്റ് പുറത്ത് കാണാൻ വേണ്ടി ഹോൾട്ട് കൊടുത്തത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഭാഗം എന്ത് ചെയ്യാം, നമുക്ക് പുറത്തേക്കാക്കിയാണ്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഗ്ലൂ ആക്കിയാൽ ബോർഡ് അവിടെ ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ലൈറ്റ് പുറത്തേക്കാൻ രീതി തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? ഇതേ രീതി തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും ഗ്ലൂ നമുക്ക് ചെയ്ത് കൊടുക്കാം, മറ്റേ ബോർഡ് ചിലപ്പോൾ തള്ളിപ്പോരും കേട്ടോ. അപ്പോൾ അത് നമ്മളിത് കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ബോക്സ് നമുക്ക് എന്തെങ്കിലും ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിന് സ്ക്രൂ കാര്യം ഇല്ല കേട്ടോ, കാരണം ഇത് പഴയ ഒഴിവാക്കിയൊരു ബോക്സ് ചെയ്യാൻ ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ടാപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കേട്ടോ, സെല്ലോ ടാപ്പ് ഇട്ട് കൊടുക്കുകയാണത്.
അപ്പോൾ ടാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ വർക്ക് നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ആയി കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബോക്സ് കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓണാക്കി നോക്കാം. നമുക്കിവിടെ വർക്ക് ചെയ്യണോ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. കണ്ടില്ലേ, സൗണ്ട് ഓൺ. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഇവിടെ മിന്നി കത്തുന്ന കണ്ടില്ലേ. അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് നോക്കട്ടോ. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ചാർജിങ് ഇവിടെ റെഡ് ലൈറ്റാണ് ഫസ്റ്റ് കത്തുക. ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റാണ് കത്തുക കേട്ടോ. ഓക്കെ, ചാർജർ ഇവിടെ കണക്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ റെഡ് ലൈറ്റ് കത്തിട്ടോ. ഇനി ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഇത് ബ്ലൂ ലൈറ്റ് കത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ കണ്ടോ, ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തി കണ്ടില്ലേ. അപ്പൊ അത് ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ ബ്ലൂടൂത്ത് ബോക്സ് നമ്മൾ ഓൺ ആക്കാൻ വേണ്ടി പോകണ്ടോ. അപ്പൊ സൗണ്ട് കാര്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ സ്വിച്ച് ഓൺ ആക്കുകയാണ്. കണ്ടില്ലേ, ഓൺ ആയിട്ടോ. അപ്പൊ ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. അവിടെ കണക്ട് ആയിട്ടോ. അപ്പൊ സൗണ്ട് കേട്ടില്ല. അപ്പൊ നമുക്ക് പാട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പൊ കണ്ടില്ലേ. അപ്പൊ ഈ ഫോൺ എന്താ വെച്ചാൽ ഇതിന് ഇവിടെ സൈഡ് ബട്ടൺ കംപ്ലൈന്റ് ആയിട്ട് ശരിക്കും സൗണ്ട് കൂട്ടാൻ ഇത് കഴിയണില്ല. അതായത് ഇടയ്ക്ക് നിന്ന് പോകണം കേട്ടോ. അപ്പൊ സംഗതി ഉഷാറാണ്, നല്ല സൗണ്ടും കാര്യമൊക്കെ ഉണ്ട്.